നേരത്തെ ഞാൻ സൂചിപ്പിച്ചു വന്നത് തന്നെയാണ്. അവർക്ക് ഇനി വിശ്രമിക്കാനുള്ള സമയമൊക്കെ വരും. കാരണം ഏതാണ്ട് ഈ പറയുന്ന സെക്കൻഡ് ഫേസിംഗ് ബേൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 20 മണിക്കൂർ നേരത്തെ തുടർച്ചയായ യാത്രയുണ്ട്. ആ സമയത്ത് അവർക്ക് ഉറങ്ങാം, അവർക്ക് വിശ്രമിക്കാം. അതിനുള്ള കമാൻഡുകളൊക്കെ കൃത്യമായി നമ്മൾ ഈ കാണുന്ന കൺട്രോൾ സെന്ററിൽ നിന്ന് നൽകുകയും ചെയ്യും. അവർക്ക് വേണമെങ്കിൽ വിശ്രമിക്കാം, അല്ലെങ്കിൽ തുടരുകയും ചെയ്യാം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത്. നമ്മൾ സുനിത വില്യംസിന്റെ മടക്കയാത്രയിൽ നമ്മൾ അതൊക്കെ കണ്ടതും കേട്ടതുമൊക്കെയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന ഈ മൈക്രോഗ്രാവിറ്റിയുടെ ഒരു അനുഭവം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് എന്നാണ് ഈ ബഹിരാകാശ യാത്രികരെല്ലാം തന്നെ പറയുന്നത്. കാരണം അവിടെ എത്തുകയും അവിടെ നിന്ന് താഴേക്ക് അല്ലെങ്കിൽ വശങ്ങളിലേക്ക് നോക്കുമ്പോൾ ഓരോ തവണയും കാണുന്ന ഭൂമിയുടെ ദൃശ്യം, അതിൽ ഇന്ത്യയെ കാണുന്ന അല്ലെങ്കിൽ ഓരോ രാജ്യത്തെയും കാണുന്ന അവസ്ഥ, അതൊക്കെ വലിയ അനുഭവമാണ് എന്നാണ് ബഹിരാകാശ യാത്രികർ പറയുന്നത്. ഓരോ ഇടത്തു നിന്നും കൃത്യമായി അവരുടെ ക്യാമറകളിൽ അവർ ഒരുപാട് ചിത്രങ്ങൾ പകർത്തിയിട്ടുമുണ്ട്. ആ ചിത്രങ്ങളെല്ലാം അതിൽ കുറച്ചെങ്കിലും സമൂഹ മാധ്യമങ്ങൾ വഴി ഇപ്പോൾ തന്നെ അത് പ്രേക്ഷകരും ജനങ്ങളും ലോകവും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. വളരെ മനോഹരമായ ദൃശ്യങ്ങൾ. ഇതാണ് ഭൂമി, ഇതാണ് യഥാർത്ഥത്തിൽ ഭൂമി എന്ന് മനസ്സിലാക്കി തരുന്ന ദിവസങ്ങൾ കടന്നുപോയെന്നാണ് ഓരോ യാത്രികരും പറയുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരൊറ്റ ലോകമായിട്ട് നമുക്ക് തോന്നുന്നു ഭൂമിയെ എന്നതാണ് പറഞ്ഞത്. രാജ്യങ്ങൾക്ക് വേർതിരിവുകൾ കാണാൻ കഴിയില്ല, കാരണം അതിർത്തികൾ കാണാൻ കഴിയില്ല. എല്ലാം പരസ്പരം ബന്ധിപ്പിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ലോകമായി തന്നെ ഭൂമിയെ കാണുന്നു എന്നാണ് ശുഭാംശുവും പറഞ്ഞത്. അതിൽ ഏറ്റവും തിളക്കമുള്ള മേഖലയായി തനിക്ക് ഇന്ത്യയെ തോന്നുന്നു എന്ന് പറയുന്നതും ശുഭാംശുവാണ്. 41 വർഷങ്ങൾക്ക് മുൻപ് ബഹിരാകാശത്തെത്തിയ രാകേഷ് ശർമ്മയോട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി നേരിട്ട് സംസാരിച്ചപ്പോൾ ചോദിച്ചത് എന്ത് തോന്നുന്നു അവിടെ നിന്ന് ഇന്ത്യയെ കണ്ടപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ രാകേഷ് ശർമ്മ പറഞ്ഞത് സാരേ ജഹാസെ അച്ഛ എന്നായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ വിടവാങ്ങൽ ഫെയർവെൽ പാർട്ടി നടത്തിയിരുന്നു അവിടെ ISS-ൽ ഈ ആക്സിയം ഫോർ സംഘത്തിന്. അപ്പോഴും അതേ കാര്യം, അന്ന് രാകേഷ് ശർമ്മ പറഞ്ഞ കാര്യം, അതേ ചോദ്യം എന്നോട് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഞാനും അതേ കാര്യം പറയും. അതിനേക്കാൾ കൂടുതൽ തിളക്കത്തോടെ ഇന്ത്യ സാരേ ജഹാസെ അച്ഛ തന്നെയാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഓരോരുത്തർക്കും വലിയ അഭിമാനം ഉണ്ടാക്കാവുന്ന ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ചാണ് ഈ ദൗത്യസംഘം മടങ്ങുന്നത്. കൗതുകകരമായ ഒരുപാട് സംഭവങ്ങൾ ഈ കഴിഞ്ഞ 18 ദിവസക്കാലത്ത് ഉണ്ടായി എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരത്തും ബംഗളൂരുവിലുമൊക്കെയുള്ള വിദ്യാർത്ഥികളുമായി ശുഭാംശു ശുക്ല നേരിട്ട് സംസാരിച്ചിരുന്നു. അത്തരം സെഷനുകളുണ്ടായി. വിദ്യാർത്ഥികളുമായി സംവദിച്ചു, പ്രധാനമന്ത്രിയുമായി സംവദിച്ചു, തൻ്റെ വീട്ടുകാരുമായി ഫോണിൽ സംസാരിച്ചു. ഇതൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളത് മറ്റൊരു അനുഭവമായി ശുഭാംശു ശുക്ല അടക്കമുള്ള ഈ പറയുന്ന ബാക്കി യാത്രികരെല്ലാം തന്നെ പങ്കുവച്ച കാര്യമാണ്.